യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി ചേർന്നതോടെ ഭയപ്പെടുത്തുന്ന വാർത്തയാണ് യുക്രൈനിൽ നിന്ന് പുറത്തുവരുന്നത്. യുക്രൈന്റെ സുപ്രധാന ആണവ റിയാക്ടറിൽ റഷ്യയുടെ ഉഗ്രശേഷിയുള്ള ഡ്രോൺ പതിച്ചതായി വാർത്തകൾ പുറത്തുവരികയാണ്. ചെർണോബിൽ റിയാക്ടറിൽ നിന്നുള്ള ആണവ വികിരണം തടയുന്ന സംരക്ഷണ കവചത്തിൽ ഉയർന്ന സ്ഫോടകശേഷിയുള്ള റഷ്യൻ ഡ്രോൺ ഇടിച്ചെന്നും യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നാലെ ഡ്രോൺ ആക്രമണത്തിന്റെ വീഡിയോ സെലൻസ്കി എക്സിൽ പങ്കുവച്ചതാണ് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ആക്രമണത്തിൽ പവർ പ്ലാന്റിന്റെ ഉപരിഘടനയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചുവെന്നും തീ പടർന്നെങ്കിലും അത് അണച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സെലൻസ്കി ബങ്കറിലേക്ക് മാറാൻ ഒരുങ്ങുകയാണെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ സംഭവത്തിൽ റഷ്യൻ ഉദ്യോഗസ്ഥരോ പ്രസിഡന്റ് പുടിനോ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. പ്രാദേശിക സമയം പുലർച്ചെ 1:50 ഡ്രോൺ ആക്രമണമെന്ന് UN അറ്റോമിക് ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റേഡിയേഷൻ അളവ് വർദ്ധിച്ചിട്ടില്ലെന്നും അകത്തെ കണ്ടെയ്നറിന് തകരാറുകൾ സംഭവിച്ചതിന്റെ സൂചനയൊന്നും ഇല്ലെന്നും ഏജൻസി പറഞ്ഞു. ആണവ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നിന് കാരണമായ 1986 പൊട്ടിത്തെറിച്ച പ്ലാന്റിന്റെ 4ാമത്തെ റിയാക്ടറിന് ചുറ്റും നിർമ്മിച്ച സംരക്ഷണ കവചമാണിത്. ഉപേക്ഷിക്കപ്പെട്ട റിയാക്ടറിൽ അവശേഷിക്കുന്ന റേഡിയോ വികിരണം അന്തരീക്ഷത്തിലേക്ക് വരുന്നത് പരിമിതപ്പെടുത്തുന്നതിനാണ് 2016 ഷെൽ നിർമ്മിച്ചത്. 3 വർഷത്തെ റഷ്യ-യുക്രൈൻ യുദ്ധം യുക്രൈനിലെ 4 ആണവ നിലയങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്പിലെ ഏറ്റവും വലുതും ലോകത്തിലെ ഏറ്റവും വലിയ 10 ആണവ നിലയങ്ങളിൽ ഒന്നുമായ തെക്കൻ യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിലുള്ള സപോരിജിയ ആണവ നിലയത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അറ്റോമിക് ഏജൻസി മേധാവി റാഫേൽ റോസി സപോരിജിയ പ്ലാന്റിന് സമീപമുള്ള സൈനിക പ്രവർത്തനത്തിലെ സമീപകാലത്ത് വർദ്ധിച്ചുവരുന്ന നിരന്തരമായ ആണവ അപകട സാധ്യതകളിലേക്ക് അടിവരയിടുന്നു. IAEA അതീവ ജാഗ്രതയിലാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. യുക്രൈനിലെ സ്ഥിതിഗതികൾ വഷളാകുകയാണ്. അത് കൂടുതൽ പേടിപ്പെടുത്തുന്നതാണ്. യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തെ നാറ്റോ അപലപിച്ചു. റഷ്യയുടെ ഓരോ ചുവടും അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്ന് നാറ്റോ വിശേഷിപ്പിച്ചു. പരിസ്ഥിതി, ആണവ സുരക്ഷ, ഊർജം, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ യുക്രൈൻ റഷ്യ സംഘർഷം ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇത് യുക്രൈനെ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയെ കൂടി ബാധിക്കുമെന്നാണ് വിലയിരുത്താൻ കഴിയുന്നത്. രാഷ്ട്രീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നാറ്റോയുമായുള്ള യുക്രൈന്റെ സംയോജനത്തിനും നാറ്റോ സംഘടന യുക്രൈൻ നാറ്റോ കൗൺസിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നിലവിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളെ തുടർന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ സുരക്ഷ ആശങ്ക നിറഞ്ഞതാണ്. പ്രസിഡന്റ് എന്ന നിലയിൽ റഷ്യയുമായുള്ള യുദ്ധവും ആഭ്യന്തര രാഷ്ട്രീയ പോരാട്ടങ്ങളും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികളാണ് അദ്ദേഹം നേരിടുന്നത്.